ജമ്മു കാശ്മീർ അസംബ്ലിയിൽ ഇന്നലെ ഒരു സംഭവം നടന്നു. BJP അംഗങ്ങൾ വാക്കൗട്ട് നടത്തി. അത് എല്ലാ അസംബ്ലിയിലും നടക്കുന്നതാണ്. അതിനകത്ത് എന്താ ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ, അവിടെ PDP എന്ന് പറയുന്ന പാർട്ടി മുമ്പ് BJPയുടെ കൂടെ സഖ്യകക്ഷിയായി കാശ്മീർ ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടിയാണ്. പക്ഷേ ഇത്തവണ ഇലക്ഷനിൽ ഒരു നിലംപരിശായിപ്പോയി. PDPയുടെ അവശേഷിക്കുന്ന കഷ്ടിച്ച് ജയിച്ച് വന്ന MLA-മാരെല്ലാം കൂടെ ഇന്നലെ അസംബ്ലിയിൽ ആവശ്യപ്പെട്ടു, ജൂലൈ 13 നേരത്തെ കാശ്മീരിലൊരു പൊതു അവധി ഉണ്ടായിരുന്നു, അത് പുനഃസ്ഥാപിക്കണം. BJP അംഗങ്ങൾ പറഞ്ഞ് പറ്റില്ല. അങ്ങനെ വലിയ ബഹളമായി. അവസാനം BJP വാക്കൗട്ട് നടത്തി. എന്താണ് ജൂലൈ 13 പ്രത്യേകത? എന്തിനായിരുന്നു അവധി? ജൂലൈ 13 എന്ന് പറയുന്നത് 1932 ആ ദിവസം നടന്ന ഒരു സംഭവമാണത്. നമ്മൾ മുമ്പ് ഇവിടെ എടപ്പള്ളി കേസ്, പോലീസ് സ്റ്റേഷൻ ആക്രമണം, നമ്മുടെ ഇവിടെ നമ്മുടെ മാഷിന്റെ അച്ഛൻ NK മാധവൻ. അതെ, കോളേജ് കാലം മുതൽ എൻ്റെ ആത്മസുഹൃത്താണ് PSന്റെ അച്ഛൻ NK മാധവനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എടപ്പള്ളി സ്റ്റേഷൻ ആക്രമണം. ഇതുപോലെ അബ്ദുൽ ഖാദിർ ഖാൻ എന്ന് പറഞ്ഞിട്ടൊരു ജിഹാദിയെ അന്ന് ജയിലിൽ നിന്ന്, ശ്രീനഗർ സെൻട്രൽ ജയിലിൽ കിടക്കുകയാണ്. അയാളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടും 3000-4000 ജിഹാദികൾ തടിച്ചുകൂടി. ആ തടിച്ചുകൂടിയവർക്ക് നേരെ, അതായത് ഹരിസിംഗ് എന്ന് പറഞ്ഞ ഹിന്ദു രാജാവാണ്, രാജഭരണമാണ്, ഹരിസിംഗിനെ പുറത്താക്കണം, ഹിന്ദു രാജാവിനെ പുറത്താക്കണം. അങ്ങനെ ജിഹാദികളുടെ കലാപത്തിന് നേരെ ദോഗ്ര സേന വെടിവെച്ചു. വെടിവെപ്പിൽ 22 പേര് കൊല്ലപ്പെട്ടു. ഇത് ഈ ശുഹദാക്കളുടെ ദിനമായിട്ട്, രക്തസാക്ഷി ദിനം, മാർട്ടിസം, കശ്മീർ മാർട്ടിസ് ഡേ. ഒരു ഭീകരവാദിയെ ജയിലിൽ മോചിപ്പിക്കാൻ നടത്തിയ ശ്രമമാണ്. അതാണ് ജൂലൈ 13. ഈ ജൂലൈ 13 പാകിസ്ഥാനിൽ ആചരിക്കുന്നുണ്ട് ഇപ്പോൾ. അത് ഇവിടെയും വേണം എന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ ഇവർ ബഹളം കൂട്ടിയത്. അതാണ് BJPയുടെ ഇറങ്ങിപ്പോക്ക് ലെത്തിയത്. അപ്പോൾ PDP MLA വഹീദുർ റഹ്മാൻ പാര, അയാളുടെ പേരിൽ തന്നെ ഉണ്ട് പാര, ജനിച്ചതേ പാരയാട്ടാ, രാജ്യവിരുദ്ധ പാര. അയാളാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് BJPയുടെ സുനിൽ ശർമ്മ എതിർത്തു. അവർ ഒറ്റുകാരായിരുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം, മതഭ്രാന്തരായിരുന്നു അവരെ എന്ന് പറഞ്ഞിട്ടാണ് വാക്കൗട്ട് നടത്തിയത്. ഇത് ഞങ്ങൾ അനുവദിക്കാൻ പോകുന്നില്ല. അപ്പോൾ ജൂലൈ 13 ഹിന്ദു മേഖലകൾ മുഴുവൻ ഇവർ കത്തിച്ചു, ഈ ജിഹാദികൾ. അത് കഴിഞ്ഞാണ് ഹരിസിംഗിനെതിരെ തിരിഞ്ഞത്. അവരെ ഈ രക്തസാക്ഷി പരിവേഷം കൊടുത്ത് ഈ ജൂലൈ 13 ഇങ്ങനെ എല്ലാ കൊല്ലവും അവധിയാക്കി പ്രഖ്യാപിച്ചതൊക്കെ കോൺഗ്രസിന്റെ ഭരണകാലത്ത്. അല്ലാതെ പിന്നെ 47 വരെ ഇത് ആചരിക്കാൻ പറ്റില്ലല്ലോ, ഭരണമില്ലല്ലോ. ഹരിസിംഗല്ലേ അപ്പോഴും ഭരിക്കുന്നത്, ഇങ്ങോട്ട് ചേരുന്നത് വരെ. BJP MLA ഈ ക്രിസ്ത്വർ ഷാഗുൺ പരിഹാർ പറഞ്ഞു, ഇവർ പണ്ഡിറ്റുകളെ പറ്റി ഒരു വാക്ക് പറയില്ല, പിന്നെ പാകിസ്ഥാന് വേണ്ടി ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് ഇപ്പോഴും പറയുന്നത് ജൂലൈ 13 എന്ന്. അപ്പോൾ ജൂലൈ 13 ശ്രീനഗർ സെൻട്രൽ ജയിലിൻ്റെ പുറത്തായിരുന്നു ഈ 22 പേരെ ജിഹാദികളെ കൊല്ലുന്നത്. ജയിൽ ആക്രമിക്കാൻ വന്നതാണ് അവർ, ഹരിസിംഗിനെ പുറത്താക്കാനും. അബ്ദുൽ ഖാദിർ ഖാൻ എന്ന് പറഞ്ഞൊരാൾ തടവിലുണ്ടായിരുന്നു. ഇയാൾ ഒരു വ്യാജ മഹാവുദ്ദീൻ നഷ്ബന്ദി എന്ന് പറഞ്ഞ ഒരു വ്യാജ ആചാര്യനുണ്ടായിരുന്നു ഇവരുടെ. അയാളുടെ ആരാധനാലയത്തിനടുത്തുള്ള ശ്മശാനത്തിൽ ഈ ജഡം, ഈ കൊല്ലപ്പെട്ടവരുടെയൊക്കെ സംസ്കരിക്കുകയും ചെയ്തിരുന്നു. ആ കൊല്ലപ്പെട്ട ആളുകളുടെ ശവകുടീരങ്ങളുണ്ടല്ലോ, അതിന് മസർ ഈ ശുഹദ എന്നാണ് പറയുന്നത്. മസർ ഈ ശുഹദ എന്ന് പറഞ്ഞാൽ രക്തസാക്ഷികൾ, അവരുടെ മസറുകൾ. അപ്പോൾ ഇവർ ഈ രക്തസാക്ഷി ദിനം ആചരിക്കുമ്പോഴൊക്കെ പണ്ട് ഈ മാപ്പിളക്കാലത്തും ഈ ശുഹദാക്കളുടെ മുമ്പ് കൊല്ലപ്പെട്ടവരുടെയൊക്കെ ശവകുടീരത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടാണല്ലോ പിന്നെ ഹിന്ദുക്കളെ കൊല്ലാൻ പോകുന്ന, ഹിന്ദുക്കളുടെ വീട്ടിലേക്കുള്ള മാർച്ച്. അതുപോലെ ജൂലൈ 13 ഈ സ്ഥലങ്ങളിൽ പോയി 22 പേരുടെ ശവകുടീരങ്ങളിൽ പോയി പ്രാർത്ഥിക്കും. എന്നിട്ട് തോക്കും ബോംബും വെട്ടുകത്തിയെടുത്ത് ഹിന്ദുക്കളെ കൊല്ലാനായിട്ട് പോകും. അങ്ങനെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് GM ലോൺ എഴുതിയ കാശ്മീർ ലൈഫിൽ ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറയുന്നുണ്ട്. ജൂലൈ 13
4 സംഭവങ്ങൾ അതിലേക്ക് നയിച്ചു എന്ന് പറയുന്നുണ്ട്. ഒന്ന്, ഉധംപൂരിലെ ഒരു ഹിന്ദു കച്ചവടക്കാരൻ ഇസ്ലാമിലേക്ക് മാറി, അയാളെ മാറ്റി, ഇസ്ലാമിലേക്ക് മാറ്റി. അപ്പോൾ അയാളുടെ സ്വത്ത് സഹോദരന് കിട്ടി. കാരണം ഒരാൾ ഹിന്ദു കുടുംബത്തിലൊരാൾ മുസ്ലിമായിട്ട് മാറിയ അയാൾക്ക് അവിടുത്തെ സ്വത്ത് കിട്ടില്ല. അപ്പോൾ ഇയാൾ കൊടുത്ത ഹർജി, അയാൾക്ക് സ്വത്ത് വേണമെന്ന് പറഞ്ഞു കൊടുത്ത ഹർജി തള്ളി, അയാൾക്ക് സ്വത്തില്ല എന്ന് പറഞ്ഞു. അത് 1882 ഡിസംബർ 31 രാജകീയ ഉത്തരവ് പ്രകാരവും ആണത് ചെയ്തത്. അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് മുസ്ലിങ്ങൾ വലിയ പ്രശ്നമാക്കി, അവിടെ ഒരു അനാവശ്യ പ്രശ്നമാക്കി. രണ്ടാമത്തത് 1931 ഏപ്രിൽ 29 പോലീസ് ഇടപെട്ടിട്ട് ഈ കുത്തുബ നിർത്തി. ഈ പ്രഭാഷണം ഉണ്ടല്ലോ വെള്ളിയാഴ്ചയൊക്കെ ഒരു പള്ളിയിൽ നടത്തുന്ന, അതിൽ മുഴുവൻ തീവ്രവാദമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കുത്തുബ ഈ മിർ ഹുസൈൻ ഭട്ട് എന്ന് പറഞ്ഞ മൗലവി ഈ ഹരിസിംഗിനെതിരെ അലറി ഒരു ഖുത്തുബയിൽ ഇയാളെ ചെരുപ്പെടുത്തുന്ന പറഞ്ഞിട്ട്. അപ്പോഴാണ് ഈ ഖുത്തുബ നിർത്തിയത്, പ്രഭാഷണം നിർത്തിയത്. മസ്ജിദിൽ തുടർച്ചയായിട്ട് ഈ പ്രക്ഷോഭത്തിന് വേണ്ടിയുള്ള ആഹ്വാനങ്ങൾ ഉണ്ടായി. അതാണ് ഇപ്പം ഖുത്തുബ നിർത്തി. മറ്റേ ഇസ്ലാം ആയവന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭം. 2 കാര്യങ്ങൾ. മൂന്നാമത് ജൂൺ 4 ജമ്മു സെൻട്രൽ ജയിലിൽ കോൺസ്റ്റബിൾ ഫസൽ ദാദ് ഖാൻ്റെ പഞ്ചസൂറ കോപ്പി ഒരു SI വലിച്ചെറിഞ്ഞു. പഞ്ചസൂറ എന്ന് പറയുന്നത് ഖുറാനിലെ 5 അധ്യായങ്ങൾ. ഒരു കോൺസ്റ്റബിളിൻ്റെ ആ കോപ്പി ഒരു SI എടുത്ത് വലിച്ചെറിഞ്ഞു. അങ്ങനെ ഒരു ഇഷ്യൂ ജയിലിൻ്റെ അകത്ത് ഉണ്ടായി. അപ്പോൾ ഫസൽ ഈ പോലീസുകാരൻ ഈ മോസ്കിൽ വന്നിട്ട് പരാതി പറഞ്ഞു, ജയിലിൽ എൻ്റെ ഖുറാൻ ഇങ്ങനെ വലിച്ചെറിഞ്ഞു, ഇതിന് പരിഹാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് മോസ്കിൽ. നാലാമത് 1931 ജൂൺ 20 ഒരു കക്കൂസിൽ ഖുറാൻ്റെ പേജുകൾ കണ്ടെത്തി. ഇങ്ങനെ 4 സംഭവമാണ് ഈ ജയിലിൻ്റെ മുമ്പിലെ കലാപത്തിലേക്ക് നയിച്ചതെന്ന് പറയുന്നുണ്ട്. ഈ അബ്ദുൽ ഖാദർ ഖാൻ എന്ന് പറഞ്ഞ ഒരാളെ മോചിപ്പിക്കാനാണല്ലോ നടത്തിയ ഈ ജയിൽ ആക്രമിക്കാനായിട്ട് ഈ സംഘം വന്നത്. അയാൾ ആരാണെന്ന് നോക്കിയാൽ അയാൾ ഈ പ്രദേശത്തുകാരനെ ആയിരുന്നില്ല, അയാൾ പെഷവാറിൽ നിന്ന് വന്നതാണ്. അയാൾ ഒരു ഇംഗ്ലീഷ് പട്ടാളത്തിലുള്ള ഓഫീസറുടെ ഭൃത്യനായിരുന്നു. ബ്രിട്ടീഷ് പട്ടാളത്തിലെ യോർക്ക്ഷയർ റെജിമെന്റിലെ മേജർ ഭട്ടിൻ്റെ ഭൃത്യനായിരുന്നു. പെഷാവർ കശ്മീരിൽ അയാൾ അവധിക്ക് വന്നാണ്. അവധിക്ക് വന്ന അയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഖാൻഗ ഐ മൗല പള്ളി, ആ പള്ളിയിൽ പോയിട്ട് പെട്ടെന്ന് ഇയാൾക്ക് തോന്നി നമ്മളെ ഒക്കെ ഹിന്ദുക്കളെ ശരിയാക്കാൻ വരികയാണ്, നമ്മൾ ജിഹാദ് നടത്തണം എന്ന് തോന്നിയിട്ട് ഇയാൾക്ക് പെട്ടെന്ന് ഉൾവിളി ഉണ്ടായിട്ട് ഈ ഭൃത്യൻ അവിടുത്തെ ആൾക്കൂട്ടത്തിനോട് ഒരു പ്രസംഗം ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു പൊട്ടങ്കടി ഏറ്റ പോലെ. എന്നിട്ട് അയാൾ അവിടെ നിന്ന് കൊട്ടാരത്തിന് നേരെ വിരലിൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, നമ്മൾ ഇതിടിച്ചു നിരത്തണം. കൊട്ടാരത്തിൻ്റെ നേരെ ഈ പള്ളിയിൽ നിന്ന് വിരൽ ചൂണ്ടിയിട്ട്. അപ്പോൾ ജൂൺ 25 അയാൾ അറസ്റ്റ് ചെയ്തു. അതോടുകൂടി കലാപം മൂത്തു, ജിഹാദ് മൂത്തു. അങ്ങനെയാണ് ജൂലൈ 13 ഇയാളെ ജയിലിൽ വിചാരണ ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് ജൂലൈ 13. അയാളെ വിചാരണ ചെയ്യാതെ മോചിപ്പിക്കണം എന്നാവശ്യപ്പെട്ടിട്ട് 160 പോലീസാണ് ജയിലിന് ചുറ്റും കാവലുണ്ടായിരുന്നത്. പക്ഷെ 4000-5000 ജിഹാദികൾ വന്നു. അപ്പോൾ അവർക്കെതിരെ വെടിവെക്കുക എന്നുള്ളതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. അങ്ങനെയാണ് 22 കൊല്ലപ്പെട്ടത്. ഇതാണ് ജൂലൈ 13. അത് രക്തസാക്ഷി ദിനം, കശ്മീർ രക്തസാക്ഷി ദിനം, കശ്മീർ മാർട്ടർ ഡേ. അല്ല, ഈ അവധി ഒഴിവാക്കിയതാരായിരുന്നു? 2019 കേന്ദ്ര സർക്കാർ 370 ആർട്ടിക്കിൾ എടുത്ത് കളഞ്ഞില്ലേ, അപ്പൊ ഇതും നിർത്തി. ഗവർണർ തീരുമാനിച്ചു, ലഫ്റ്റനന്റ് ഗവർണർ തീരുമാനിച്ചു, മനോജ് സിൻഹ വന്നിട്ട് തീരുമാനിച്ചു. ഏതായാലും തീരുമാനമായിട്ടില്ല. ഈ ഒമർ അബ്ദുള്ളയെ സംബന്ധിച്ച് അങ്ങനെ ഈ വിഘടനവാദികളുടെ സ്വരമല്ല ഇപ്പൊ അദ്ദേഹത്തിന്റെ നാവിലൂടെ. അങ്ങനെയല്ല. പക്ഷെ ഒമർ കഴിഞ്ഞ ദിവസം ഈ ജയശങ്കർ പറഞ്ഞില്ല, അതിന് മറുപടിയായിട്ട് ചോദിച്ചു, POK വേണമെങ്കിൽ പിടിച്ചോ, കുഴപ്പമില്ല, എന്നാ പിന്നെ കാശ്മീരിന്റെ കുറച്ച് ഭാഗം ചൈനയുടെ കയ്യിലുണ്ട്, അതും കൂടെ മേടിക്കണം എന്ന് പറഞ്ഞു. അതിനെ കുറിച്ച് മാത്രം എന്താ വിടാത്തത്? വേണമെങ്കിൽ പോസിറ്റീവായിട്ട് എടുക്കാം, വേണമെങ്കിൽ പിടിച്ചു കാണിക്കുന്നു പറഞ്ഞാൽ പിടിക്കാം. അതെ. പക്ഷെ അതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ കാശ്മീരിന്റെ ചില ഭാഗങ്ങളൊക്കെ നെഹ്റു എടുത്ത് കൊടുത്തതാണ്. അത് ചർച്ചയാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണോ?
കാരണം അത് പറയുമ്പോഴത്തേക്ക് ഉടനെ എങ്ങനെയാണ് കാശ്മീരിൻ്റെ കുറച്ച് ഭാഗം ചൈനയുടെ ഭാഗത്ത് വന്നത്? കാരണം നമ്മുടെ ഇത് പിടിച്ചെടുത്ത സാധനം പാകിസ്ഥാൻ ചൈനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒമറിന് ഇഷ്ടപ്പെടും. അതെ, കാരണം ഇപ്പോ മറ്റേ മുന്നണി ഇല്ലല്ലോ. അതാണ്. അപ്പം ഒമർ ഇട്ടത് ഒരു ചൂണ്ടയാണെന്നൊരു സംശയമുണ്ട്. പാകിസ്ഥാൻ പിടിച്ചെടുത്ത കാശ്മീരിന്റെ കുറച്ച് ഭാഗം പാകിസ്ഥാൻ ചൈനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അക്സായ് ചിൻ നെഹ്റു അങ്ങനെയാ കൊടുത്തത്. അക്സായ് ചിൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നെഹ്റുവിന്റെ കാലത്തും കൊടുത്തിട്ടുണ്ട്. പൊല്ലു പോലും വിളക്കാത്ത ഭൂമിയാണ്, അവിടെ ചൈന കയറിയാൽ നമുക്കെന്താണെന്നാണ് പാർലമെന്റിൽ നെഹ്റു ചോദിച്ചത്. അപ്പോൾ ആ ശരിക്കും ഒമർ അബ്ദുള്ള ആരെ കുത്തിയതാണ്? കോൺഗ്രസിനെ കുത്തിയതല്ലേ? അതെ, കാരണം ഇനിയിപ്പോ അതിന് മറുപടി പറഞ്ഞോളൂല്ലോ. മറുപടി രാഹുൽ ഗാന്ധിക്കും മുത്തച്ഛനും ഒക്കെ കിട്ടിപ്പോകും. അതെ, അതാണ് കുടുംബത്തിന് ഒന്നിച്ച് കിട്ടും. ഇത് ചൈനയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞാലും നെഹ്റുവിന്റെ തലക്കിരിക്കും. അതെ, പാകിസ്ഥാന് കൊടുത്തു എന്ന് പറഞ്ഞാലും നെഹ്റുവിന്റെ തലക്കിരിക്കും. അപ്പോൾ ഒമർ അബ്ദുള്ള നിങ്ങൾ ഒരു ഭാഗം മാത്രം പറയാതെ മറ്റതുകൂടെ പറഞ്ഞിട്ട് നെഹ്റുവിന്റെ തലയിലോട്ട് കയറ് എന്ന് പറഞ്ഞതാണെന്നോ എൻ്റെ സംശയം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.